വിക്രത്തെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ മകളുമായി മടങ്ങി വേദ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പവിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ലാട്ടോ, നമ്മുടെ വേദയാണെങ്കിൽ മകളെയും കൊണ്ട് വരുന്നുണ്ട്. വിക്രത്തിൻ്റെ ശിക്ഷാ കാലാവധി കഴിയുന്ന ആ സമയം, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ കാത്തു നിൽക്കുകയാണ് വിക്രത്തെ വകവരുത്താനായിട്ട്. തൻ്റെ അമ്മായി അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് വെറും 5 വർഷമേ ശിക്ഷ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവനെ വേദന അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ശ്രീകാന്താണെങ്കിൽ വിക്രത്തെ അപായപ്പെടുത്താനായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ വേദ കുഞ്ഞുമായിട്ട് ആ സമയം അവിടെ എത്തുന്നത് കാണാട്ടോ. വേദയുടെ കൺമുൻപിൽ വെച്ച് ശ്രീകാന്ത് നമ്മുടെ വിക്രത്തെ വണ്ടിയിടിക്കാനായിട്ട് ശ്രമിക്കുന്നതും കാണാം. ഇതേ സമയം വിക്രം എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് തിരിച്ചറിയുന്ന വേദ തൻ്റെ മകളുമായിട്ട് തിരിച്ച് മടങ്ങുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദ മകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. പൊട്ടിക്കരയുന്നൊരു കാഴ്ചയും കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.